ഹേ ഗൈസ്, ഞാനും എന്റെ ചെങ്ങായി മടന്ന് കൊച്ചി പോകാൻ വേണ്ടി ഇറങ്ങിയതാ. കിട്ടിയ തുണിയും കുപ്പായ ഒരു സെഞ്ചിയിലാക്കി കൊണ്ട് എന്റെ പിന്നാലെ ഇറങ്ങിപ്പോതാ. ഇനിയിപ്പോ 2 ദിവസത്തിന് കൊച്ചിയിലാക്കാൻ നല്ല രീതിയിൽ ട്രെയിനിലും കടന്നുറങ്ങിപ്പോണ്ട് നമ്മളാ ഈ പോസ്റ്റ് റോഡിൽ നിൽക്കുന്നത്. ₹1 ചെലവില്ലാതെ കൊച്ചിക്ക് എത്തിച്ചേരാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ആവട്ടെ നമ്മളും കരുതി. പിന്നെ ഈ കൂടി പോണ എല്ലാ വണ്ടിക്കും ഞങ്ങൾ കൈയാട്ടി. അങ്ങനെ അവസാനം ഞങ്ങൾ ഒരു ലോറി കയറി. അപ്പച്ചൊരു കാര്യം മനസ്സിലായി, ഇവനെക്കാളും വലിയ കൈവേരി വണ്ടിട്ടീന്ന് കണ്ടപ്പോ 28ാമത്തെ നോമ്പിന് മാസം കണ്ട പോലെ ഇവനിക്ക് പിന്നെ അതിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടാവില്ല. ഇവൻ നോർത്ത് സൈഡ് മൊത്തം 41 ദിവസം കൊണ്ട് ലോറിക്കും കച്ചാട്ടി കറങ്ങി വന്നു. ഡ്രൈവറും പിന്നെ നമ്മളെ മൂടായോണ്ട് ഒന്നും കൂടി അടിപൊളിയായിരുന്നു. അങ്കമാലാണ് കഴിഞ്ഞേക്ക് എന്താണെന്ന് അറിയില്ല, വണ്ടിക്ക് ഒരു ജലദോഷം പോയി തണുപ്പായിട്ടാവും. അങ്ങനെ നമ്മൾ വരുവായില്ല. അയിക്കൂടി വന്നൊരു ലോറിക്ക് കൈയാട്ടി അയാൾ ഞങ്ങൾ അതിൽ കയറ്റി വിട്ടു. അതിൽ കയറിയേക്കന്നെ നല്ലൊരു ഉറക്കുറങ്ങനെ നീച്ചു നോക്കുമ്പോൾ എടപ്പള്ളി എത്തിക്കും. അവിടെ ഇറങ്ങിയേക്കന്നെ ആദ്യം കണ്ട ചായപ്പീടിയിൽ നമ്മളോട് ചായ സമൂസയാണ്. നമ്മളെ റൂമിന്റെ ചാവി എത്തി. ചാവി വാങ്ങി നേരെ നമ്മൾ മെട്രോയിലാണ് കയറിയേക്കന്നെ കാണുന്ന കാഴ്ചതാ. പിന്നെ കുറച്ച് ഈമാലോണ്ട് ഞാൻ കുറെ നേരം നോക്കാൻ നിന്നില്ല. അങ്ങനെ നമ്മൾ മെട്രോ ഇറങ്ങി റൂമിൽ പോയി. കാണുന്നതിന്റെ 2ാമത്തെ നിലയിലാണ് നമുക്കുള്ള റൂമിലെത്തിന്റെ പട്ടിഷോ നിങ്ങൾ ഈ കാണുന്നത്. പട്ടിഷോ കാട്ടി നിൽക്കാതെ ഞാൻ നേരെ പോയി ഫ്രിഡ്ജാണ് തുറന്നു നോക്കി. പള്ളക്ക് വെച്ചിട്ട് തിന്നാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലാണെങ്കിൽ വെറും വെള്ളവും മുട്ടായി മാത്രമേ ഉള്ളൂ. അതാണെങ്കിലും വിഷ്ണുവേട്ടന്റെയാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നാവില്ല. പട്ടിണിടുന്ന് ഞാൻ ഉണ്ടല്ലോ എഴുതി നമ്മളൊരു പാക്കറ്റ് 10 കറിയാണ്ട് എത്തിച്ചു. അതും നിന്ന്